എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ, അതായത് ഒരു വരയുടെ ചരിവ് അല്ലെ, വരയുടെ ചരിവ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇത് എക്സ് ആക്സിസിനും പാരലല്ല, വൈ ആക്സിസിനും പാരലൽ അല്ലേ. അതായത് ഇതിന്റെ കോർഡിനേറ്റ്സ് നോക്കിയാൽ 2, 8, 4, 9 അല്ലെ. എക്സിന്റെ കോർഡിനേറ്റും വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും വ്യത്യാസമാണ് അല്ലെ. ഇനി ഇതിന്റെ ഈ രണ്ട് പോയിന്റുകൾ അല്ലെ, അപ്പോൾ അവിടെ നമ്മുടെ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് എന്ന് നോക്കിയാൽ കോർഡിനേറ്റിൽ മാറ്റം എന്താണ്? 2, 4 ആയി അല്ലേ. അതായത് 4 - 2 = 2. ഇതാണ് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് അല്ലേ. ഇനി ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റോ 8, 9 ആയി അല്ലേ. അതായത് നമ്മൾ എന്ത് പറയും? 9 - 8 = 1 അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് 2, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് 1. അതായത് എക്സ് കോർഡിനേറ്റിലുള്ള മാറ്റം 2 ആണ്, വൈ കോർഡിനേറ്റിൽ വന്നിട്ടുള്ള മാറ്റം 1 ആണ്. എക്സ് കോർഡിനേറ്റിലുള്ള മാറ്റം നോക്കിയാൽ അതിന്റെ പകുതിയാണ് വൈ കോർഡിനേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ ലൈനിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അതിലെ വൈ കോർഡിനേറ്റിന്റെ മാറ്റം എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം എങ്ങനെയാണോ അതിന്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വൈ കോർഡിനേറ്റിന്റെ മാറ്റം എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അതായത് എക്സ് കോർഡിനേറ്റിന്റെ മാറ്റത്തെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ കോർഡിനേറ്റിന്റെ മാറ്റം കിട്ടും അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയേ, ഇപ്പൊ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം 4 ആണെന്ന് വിചാരിക്കാം. എക്സ് കോർഡിനേറ്റ് 4 മാറി, ഏതെങ്കിലും 2 പോയിന്റുകൾ നമ്മൾ എടുത്തു, അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റിന്റെ മാറ്റം എന്തായിരിക്കും? 4 × 1/2 അല്ലേ. 4 × 1/2. എന്താണ് 1/2 വന്നത്? ഇതിന്റെ പകുതിയാണ് അല്ലെ. പകുതിയാണ് എക്സ് കോർഡിനേറ്റിന്റെ പകുതിയാണ് വൈ കോർഡിനേറ്റിന്റെ മാറ്റം. അപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റത്തെ നാം 1/2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വൈ കോർഡിനേറ്റിന്റെ മാറ്റം കിട്ടും. അതായത് ഇവിടെ എത്രയായിരിക്കും? 4 × 1/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ എക്സ് കോർഡിനേറ്റ് 4 മാറിയിട്ടുണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും മാറിയിട്ടുണ്ടാവും അല്ലെ. ഇനി എക്സ് കോർഡിനേറ്റ് 10 മാറി എന്നിരിക്കുക, 10 ആണ് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 1/2 അല്ലെ. 1/2 അതായത് 5 ആയിരിക്കും വൈ കോർഡിനേറ്റ് മാറ്റം. അതായത് എക്സ് കോർഡിനേറ്റിന്റെ മാറ്റത്തിനെ നാം ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് അല്ലെ, ഇപ്പൊ ഇവിടെ നിശ്ചിത സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാണ്? ഹാഫ് അല്ലെ, 1/2. അപ്പൊ അതുകൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈ കോർഡിനേറ്റിന്റെ മാറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വൈ കോർഡിനേറ്റിന്റെ മാറ്റത്തെ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സംഖ്യ തന്നെയായിരിക്കും കിട്ടുക. മനസ്സിലായല്ലോ. അതായത് ഇവിടെ നോക്കിയാൽ വൈ കോർഡിനേറ്റിന്റെ മാറ്റം എത്രയാണ്? ഈ പറഞ്ഞ കേസിൽ വൈ കോർഡിനേറ്റിന്റെ മാറ്റം 2 ആണ് അല്ലെ. 2 ബൈ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം എത്രയാണ്? 4. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ വൈ കോർഡിനേറ്റ് മാറ്റം എത്രയാണ്? 5. എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം എത്രയാണ്? 10. അപ്പൊ 10/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതും 1/2. ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ വൈ കോർഡിനേറ്റ് മാറ്റം എത്രയാണ്? 1. എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം 2 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1/2 അല്ലെ. അപ്പൊ ഈ ലൈനില്, അതായത് ഈ വരയില് നമ്മൾ ഏത് 2 പോയിന്റുകൾ എടുത്താലും വൈ കോർഡിനേറ്റിന്റെ മാറ്റത്തെ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? 1/2 തന്നെയായിരിക്കും കിട്ടുക. ഈ സംഖ്യയാണ് നാം എന്ത് പറയുക? ഈ വരയുടെ സ്ലോപ്പ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ ഒരു വരയുടെ സ്ലോപ്പ്, അതായത് ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ കോർഡിനേറ്റിന്റെ മാറ്റത്തെ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലൈനിന്റെ ചെരിവ് കിട്ടും. മനസ്സിലായല്ലോ. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് divided by change in x coordinate. മനസ്സിലായല്ലോ. ഇതാണ് ഒരു ലൈനിന്റെ, ഒരു വരയുടെ സ്ലോപ്പ്. ഇനി നോക്കിയ 2 പോയിന്റുകൾ, ഇപ്പോ 1, 2, മറ്റൊരു പോയിന്റ് 3, 6. ഓക്കെ. ഈ 2 പോയിന്റുകൾ ഒരു ലൈനിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് അല്ലേ, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ചേഞ്ച് എന്താണ്? വൈ കോർഡിനേറ്റ് അല്ലേ. ഇത് x1 y1, ഇത് x2 y2 അല്ലെ. വൈ കോർഡിനേറ്റിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ y2 ൽ നിന്ന് y1 കുറയ്ക്കുക അല്ലെ. അതായത് 6 സ്ലോപ്പ് എന്ത് വരും? 6 - 2 വൈ കോർഡിനേറ്റിന്റെ ചേഞ്ച് അല്ലെ. 6 - 2 ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റുള്ള മാറ്റം എന്താ? 3 - 1. എന്ത് കിട്ടും? 6 - 2 എന്ന് പറഞ്ഞാൽ 4, 4/2
2 അല്ലേ, 2 കണ്ടോ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കിട്ടിയത് 2. നേരത്തെ നമുക്ക് സ്ലോപ്പ് എത്ര കിട്ടിയത്? 1/2. മനസ്സിലായല്ലോ. ഇനി മറ്റ് 2 പോയിന്റുകൾ എടുത്ത് നോക്കാം. നമുക്ക് ഇപ്പോൾ 2, 8, 4, 6. ഓക്കെ, ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് എന്ത് വരും? സ്ലോപ്പ് അല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് അല്ലേ. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് 6 - 8. അപ്പോൾ 6 - 8 ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് 4 - 2. 4 - 2 അല്ലേ. അപ്പോൾ എത്ര വരും? 6 - 8 എന്ന് പറഞ്ഞാൽ -2 അല്ലേ. വലുതിന് ചെറുത് കുറക്കുക, വലുതിന് ചിഹ്നം -2 ബൈ 4 - 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എത്ര കിട്ടി? -2/2 അല്ലേ. അപ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ചിഹ്നങ്ങൾ ഹരിച്ചു കഴിഞ്ഞാലും ഗുണിക്കുമ്പോൾ എന്ത് വരും? ഉത്തരം നെഗറ്റീവ് അല്ലേ. 2/2 1. കണ്ടില്ലേ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് എത്ര കിട്ടി? സ്ലോപ്പ് -1. അപ്പോൾ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. സ്ലോപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ x കോർഡിനേറ്റിനെ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ x കോർഡിനേറ്റിനെ സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താണ് സ്ലോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇപ്പോൾ സ്ലോപ്പ്? നമുക്ക് 2 കിട്ടി, -1 കിട്ടി, ഹാഫ് കിട്ടി അല്ലേ. അപ്പോൾ എന്താണ് സ്ലോപ്പ്? അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാനിവിടെ 2 പോയിന്റുകൾ അല്ലേ, 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഇതിന്റെ സ്ലോപ്പ് നോക്കിയാൽ എന്താണ് സ്ലോപ്പ്? ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് അല്ലേ. y കോർഡിനേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം ബൈ x കോർഡിനേറ്റിലുള്ള മാറ്റം. അപ്പോൾ y കോർഡിനേറ്റ് മാറ്റം എന്താണ്? ഇവിടെ 2, ഇവിടെ 1 അല്ലേ. അതായത് 2 - 1. ഇവിടെ നമ്മൾ സ്ലോപ്പ് കാണുന്നു. സ്ലോപ്പ് ഈക്വൽ ടു 2 - 1 ബൈ x കോർഡിനേറ്റ് ഉള്ള മാറ്റം എന്താ? 0 - -2 അല്ലേ. 0 അല്ലേ. x2 - x1 ആണ്. x2 എഴുതി 0 - x1 -2 അല്ല, ശ്രദ്ധിക്കുക അവിടെ -2. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈ അല്ലേ 0 - -2. അപ്പോൾ എന്ത് വരും? 0 + 2 അല്ലേ. 2 - 1 പ്ലസ് ആയി. അപ്പോൾ എന്ത് വന്നു? നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ആദ്യത്തെ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി 1/2 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് നോക്കിയാൽ എത്ര വരും? ഇവിടെ y2 - y1 അല്ലേ. y2 എത്രയാണ്? 3, y1 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ നോക്കിയാൽ 3 - 1 ബൈ ഇനി x2 - x1 അല്ലേ. x2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x2 4, x1 2 അല്ലേ. അപ്പോൾ 4 - 2. അപ്പോൾ എന്ത് കിട്ടി? 3 - 1 എന്ന് പറഞ്ഞാൽ 2, 2/2 = 1. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? ചെരിവ് എത്രയാണ്? 1 അല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് കണ്ടുപിടിച്ചു. നമുക്ക് മൂന്നാമത്തെ ലൈൻ കൂടി നോക്കാം. ഇതിന്റെ സ്ലോപ്പ് എന്താണെന്ന് നോക്കിയാൽ ഇതിന്റെ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ x1 y1 എടുക്കുകയാണെങ്കിൽ ഇത് x2 y2 അല്ലേ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്താ? y2 - y1 അല്ലേ. അതായത് 2 - y1. y1ന്റെ വാല്യൂ എത്രയാണ്? -2 ആണ് അല്ലേ. അപ്പോൾ -2 ബൈ അപ്പോൾ x2 എത്രയാണ്? 5 - x1 3. അപ്പോൾ എന്ത് കിട്ടും? 2 - -2 അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് ആയില്ലേ. അപ്പോൾ 2 + 2 4 ബൈ 5 - 3 2 അല്ലേ. അപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എന്ന് നോക്കിയാൽ ഇവിടുത്തെ ആദ്യത്തേൻ്റെ സ്ലോപ്പ് ഹാഫ്, അടുത്തേൻ്റെ സ്ലോപ്പ് 1, അടുത്തേൻ്റെ സ്ലോപ്പ് 2. അപ്പോൾ ഈ ലൈനുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം കാണുന്നത് നിങ്ങൾ? അതായത് ഈ വരയുടെ x ആക്സിസിന് മുകളിലുള്ള വരയുടെ ഭാഗം അല്ലേ. ഇതാണ് x ആക്സിസ്, അതിന് മുകളിലുള്ള വരയുടെ ഭാഗം, ഇത്രയും ഭാഗം അല്ലേ. അതും x ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ നോക്കിയേ. അതായത് വരയുടെ വലതുഭാഗത്ത് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ നോക്കിയേ, വ്യത്യാസം ഉണ്ട് അല്ലേ. അതായത് ഇവിടുത്തെ സ്ലോപ്പ് നമുക്ക് എത്ര കിട്ടി? ആദ്യത്തെ സ്ലോപ്പ് 1/2 കിട്ടി. ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? 1. ഇതിന്റെ സ്ലോപ്പ് എത്രയാണ്? 2 അല്ലേ. അപ്പൊ സ്ലോപ്പ് കൂടി വന്നു. അപ്പൊ സ്ലോപ്പ് കൂടി വന്നപ്പോൾ ഇതിന്റെ ആംഗിൾ നോക്കിയേ, എന്താണ് വ്യത്യാസം കാണുന്നത് അല്ലേ. ഇതിനേക്കാൾ വലിയ ആംഗിളാണിത് അല്ലേ. ഇതിനേക്കാൾ വലിയ ആംഗിളാണിത്. അതായത് ആംഗിൾ കൂടി വരുന്നു. അപ്പോൾ ഈ x ആക്സിസിന്റെ ഈ ഭാഗവും അതുപോലെ തന്നെ ലൈനിന്റെ അല്ലെ മുകളിലുള്ള ഈ ഭാഗം തമ്മിലുള്ള ആംഗിൾ കൂടി വരും. അതായത് സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്ലോപ്പ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ട, അപ്പോൾ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ? ഇപ്പം ഇതിനാണ് അല്ലേ. സ്ലോപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇതിനാണ് സ്ലോപ്പ് കൂടുതൽ അല്ലേ. ഈ ആംഗിൾ കണ്ട, ഈ ആംഗിൾ വലിയ ആംഗിൾ. സ്ലോപ്പ് കുറവ്, ഇത് ഹാഫുള്ള സ്ലോപ്പ്. അതായത് നോക്കിയേ, ക്ലിയർ ആയില്ലേ. അപ്പോൾ സ്ലോപ്പ് കുറവെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ചെറുതായിരിക്കും, സ്ലോപ്പ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ വലുതായിരിക്കും. ക്ലിയർ ആയല്ലോ.
അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരു ലൈനിലെ 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അതിലെ മറ്റു കോർഡിനേറ്റ്സുകൾ നമുക്ക് 1, 2, 3, 4 കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റും അതുപോലെ തന്നെ സ്ലോപ്പും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മറ്റ് പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? വരയിലെ മറ്റു ബിന്ദുക്കൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തറിഞ്ഞാൽ മതി? ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റും അതുപോലെ തന്നെ സ്ലോപ്പും അറിയുകയാണെങ്കിൽ അല്ലെ. മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ ചെയ്തത്? 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇതെന്ത് മാത്രം മതി? ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റും അതുപോലെ തന്നെ സ്ലോപ്പും മാത്രം അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മറ്റു പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അതിന് ആദ്യം ഒരു കാര്യം ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 248. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ഈച്ച് പെയർ ഓഫ് ദി പോയിന്റ്സ് ബിലോ. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഓരോ ജോഡി പോയിന്റുകൾ എന്നുണ്ടല്ലോ, അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ വരയുടെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ലോപ്പ് എന്താണെന്ന് അറിയാം അല്ലേ. സ്ലോപ്പ്, ചെരിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് അല്ലേ. വൈ കോർഡിനേറ്റിലെ ചേഞ്ച് ബൈ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് അല്ലേ. അപ്പോൾ വൈ കോർഡിനേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? y2 മൈനസ് y1 അല്ലേ. ബൈ എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാലോ x2 മൈനസ് x1 അല്ലേ. ഇതാണ് എന്ത്? സ്ലോപ്പ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇത് രണ്ടും ഒരു ലൈനിലെ പോയിന്റുകളാണ്. ഇതിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ആ വരയുടെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ വളരെ സിമ്പിൾ ആണ് അല്ലേ. y2 മൈനസ് y1 അല്ലേ. അപ്പോൾ ഇത് x1 y1 x2 y2 അല്ലേ. അപ്പോൾ y2 മൈനസ് y1 5 മൈനസ് 3 ബൈ x2 മൈനസ് x1 ഇത് x2 ഇത് x1 അല്ലേ. 4 മൈനസ് 2 കണ്ട ഇത്ര ഉള്ളൂ. സീക്വൽ ടു എന്ത് വരും? 5 മൈനസ് 3 2 ബൈ 4 മൈനസ് 2 2 സീക്വൽ ടു 1. ഇനി രണ്ടാമത്തെ നോക്കിയാൽ എന്താണ്? 2 3 പിന്നെയോ 4 1. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ചരിവ് എന്താണ്? ഇക്വേഷൻ തന്നെ അല്ലേ. y2 മൈനസ് y1. y2 എത്രയാണ്? 1 y1 3. അപ്പോൾ 1 മൈനസ് 3 ബൈ x2 മൈനസ് x1 x2 4 മൈനസ് 2. അപ്പോൾ നോക്കിയാൽ 1 മൈനസ് 3 അല്ലേ. 1 മൈനസ് 3 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും? -2 ബൈ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് അല്ലേ. നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴൊക്കെ ഒരേ നിയമം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടി. 2/2 1. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? -1. ഇനി മൂന്നാമത്തെ ഏതാണ്? 1 1 -1 -1. ഓക്കെ. ഇതിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എന്താണ് ഇക്വേഷൻ? y2 മൈനസ് y1. ഇവിടെ y2 എത്രയാണ്? -1 അല്ലേ. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു -1 y2 മൈനസ് ആ മൈനസ് 2 അല്ലേ. ഇനി y1 സോറി ഇവിടെ ഞാൻ y2 മൈനസ് y1 ഇതിന് പകരം y2 മൈനസ് y2 എന്ന് ഇട്ട് അല്ലേ. അപ്പോൾ y1 എത്രയാണ്? 1 അല്ലേ. 1 ബൈ x2 മൈനസ് x1 അല്ലേ. x2 എത്രയാണ്? -1 മൈനസ് x1 1. എന്ത് വരും? -1 -1 അല്ലേ. അപ്പോൾ എത്ര വരും? 2 നെഗറ്റീവ് ആണ്. അപ്പോൾ -2 ബൈ -1 -1 അല്ലേ. അപ്പോൾ എത്ര വരും? -2. നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ. ഒരേ ചിഹ്നങ്ങളാണ്, അതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് 2/2 1. അപ്പോൾ ഇത് വരുന്ന ലൈനിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും? 1. മനസ്സിലായല്ലോ? ഇനി നാലാമത്തത് 0 1 പിന്നെയോ 1 0. ഓക്കെ. സ്ലോപ്പ് ചരിവ് അല്ലേ. ചരിവ് y2 മൈനസ് y1 അല്ലേ. y2 എത്രയാണ് ഇവിടെ? y2 0. അപ്പോൾ 0 മൈനസ് y1 1 ബൈ x2 1 മൈനസ് x1 0. അപ്പോൾ എന്ത് വരും? -1 ബൈ 1 മൈനസ് 0 1 അല്ലേ. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്താ വരാം? -1 1 ബൈ 1 1. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി -1. ഇനി നമുക്കിതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 5 അല്ലേ ഈസ് -2/3. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ്
ടു അതർ പോയിന്റ്സ് ഓൺ ദിസ് ലൈൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നോക്കിയാൽ 2, 5 അല്ലെ, ആ 2, 5 എന്ന് പറയുന്ന ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, ആ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് -2/3. അപ്പൊ ഈ ലൈനിലെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ആ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളുടെ ഏതെങ്കിലും 2 പോയിന്റുകളുടെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റും അതുപോലെ തന്നെ സ്ലോപ്പും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിലെ മറ്റു 2 ബിന്ദുക്കളുടെ 2ഓ 3ഓ എത്ര വേണമെങ്കിലും നമുക്ക് ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തത്? നമുക്ക് 2 പോയിന്റുകളിൽ അല്ലെ 2 ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ, ഒരു വരയിലെ 2 ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മറ്റു ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ബിന്ദുവിന്റെ കോർഡിനേറ്റും അതുപോലെ തന്നെ സ്ലോപ്പും അറിയാമെങ്കിൽ അല്ലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മറ്റു ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയേ. നമുക്കറിയാം സ്ലോപ്പിന്റെ ഇക്വേഷൻ അറിയാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1 x2 - x1 ആണ് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് അല്ലെ. y കോർഡിനേറ്റിന്റെ മാറ്റം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റിന്റെ മാറ്റത്തെ സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അത് നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തി. അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നോക്കിയാൽ ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ നമ്മൾ ഗുണിച്ചാൽ മതി അല്ലേ. അതായത് y കോർഡിനേറ്റിന്റെ മാറ്റം എന്ന് പറഞ്ഞത് എക്സ് കോർഡിനേറ്റിന്റെ മാറ്റത്തെ സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയാൽ y കോർഡിനേറ്റിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ y2 - y1 ഇതാണ് y കോർഡിനേറ്റിന്റെ മാറ്റം അല്ലേ. അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ലോപ്പിനെ x2 - x1 കൊണ്ട് ഗുണിക്കാം അല്ലേ. സ്ലോപ്പ് ഇൻറ്റു x2 - x1. അതായത് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ചിനെ സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് y കോർഡിനേറ്റിന്റെ ചേഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ y2 - y1 എന്ന് പറഞ്ഞാൽ വരെ y2 ആണ് ഇട്ടത് അല്ലേ. അപ്പോൾ y2 - y1 ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിപ്പോൾ x1 ഇത് y1 അല്ലേ. ഇത് നമുക്കിപ്പോൾ x1 എടുത്തു, ഇതിപ്പോൾ y1 ആക്കി എടുത്തു. ഇനി നമുക്ക് y2 അറിയില്ല അല്ലേ. y2 അറിയില്ല, x2 അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ y2 അറിയില്ലല്ലോ. y2 നമ്മൾ കണ്ടുപിടിക്കാം അല്ലേ. y2 അവിടെ എടുക്കട്ടെ. y2 - y1 നമുക്കറിയാം 5 ആണെന്ന് അറിയാം അല്ലേ. 5. അപ്പോൾ y2 - 5 സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട് -2/3 തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് സ്ലോപ്പ് ഇൻറ്റു x2 - x1 അല്ലേ. അതായത് എക്സ് കോർഡിനേറ്റിന്റെ ചേഞ്ച്. ഇവിടെ നമുക്ക് നോക്കിയാൽ x2 അറിയില്ല അല്ലെ. x2 നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. x2 y2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ x2 അറിയില്ല, മൈനസ് എന്താണ് x1 അല്ലെ. x1 നമുക്കറിയാം 2. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം? ഇവിടെ നമുക്ക് ഒരു എക്സ് കോർഡിനേറ്റ് ഏതെങ്കിലും ഒന്നുകൂടെ എഴുതണം. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. കാരണം ഇത് നോക്കിയത് ഫ്രാക്ഷൻ അല്ലേ. സ്ലോപ്പ് ഫ്രാക്ഷൻ ആണ്. അത് അടിയിൽ 3 വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി, വേറെ ഒന്നും കൊണ്ടല്ല, എളുപ്പം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതും ഈ മുകളിൽ ഇവിടെ കിട്ടുന്ന സംഖ്യ അങ്ങോട്ട് വെട്ടിപ്പോണം. മനസ്സിലായില്ലേ? അപ്പൊ 3 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇതിനങ്ങോട്ട് ഹരിച്ചു പോകണം. അപ്പൊ അതിന് പറ്റിയ സംഖ്യ ആയിരിക്കും നമ്മൾ ഇവിടെ ഇടേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇവിടെ 3 ആണ്. അപ്പൊ നമുക്കിത് എളുപ്പപ്പണി ഞാൻ പറഞ്ഞത്. ഇവിടെ 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അല്ലെ, ഇത് ഒരു സംഖ്യയിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 കൂടി ഒറ്റയടിക്കാണ്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഏത് സംഖ്യ കൊടുക്കണം? ഇവിടെ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ 3 അല്ലെ, 3, 6, 9 അല്ലെ, ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകിൽ 3 കിട്ടണം അല്ലെ, അല്ലെങ്കിൽ നമുക്കിവിടെ 6 കിട്ടണം, അല്ലെങ്കിൽ നമുക്കിവിടെ 9 കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് 3 വേണം എന്ന് വിചാരിക്കുക. 3 വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സംഖ്യ ഉണ്ട് വരും? 5 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ 5 - 2 എത്ര കിട്ടി? നമുക്ക് 3 എന്ന് കിട്ടി. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാൻ 5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5 - 2 3 വന്നു അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എനിക്ക് ഈ 2 3 ക്യാൻസൽ ചെയ്ത് കളയാം. ഇത്രയുള്ള കാര്യം. അല്ലാണ്ട് ഇവിടെ നമ്മൾ 3 കൊണ്ട് ഇട്ടത്. അപ്പൊ 3 - 2 1 കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആവാം. അപ്പോൾ ഇവിടെ 3 കിട്ടാൻ വേണ്ടി 5 ഇട്ട് കൊടുത്തു. 5 - 2 3 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. y2 - 5 അല്ലെ. y2 - 5 -2/3 ഇൻറ്റു എന്തോന്നു? 5 - 2 3. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എളുപ്പമായി, വേറൊരു കുഴപ്പമില്ല അല്ലേ. ഇനി നോക്കിയേ, y2 - 5 -2. അങ്ങനെയാണെങ്കിൽ y2ന്റെ വാല്യൂ എത്രയായിരിക്കും? y2 -2 അവിടെ കിടക്കണ്ട, അവിടെ കിടന്നോട്ടെ. ഈ -5 അങ്ങോട്ടും ഉണ്ടാവുക +5.
അല്ലേ? അപ്പം എത്ര കിട്ടി നമുക്ക്? -2 + 5 3 അല്ലേ? അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? എക്സിന് അല്ലെ x2ന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്തത്. x2ന് നമ്മൾ 5 കൊടുത്തപ്പോൾ y2ന് നമുക്ക് 3 കിട്ടി അല്ലേ? അപ്പം നമുക്ക് x2ഉം y2ഉം കിട്ടിയാലോ? കിട്ടി അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടിയതാണ് 5 3. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി വേണ്ടേ? വേണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഭാഗത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെ, അത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് y2 - y1 സ്ലോപ്പ് ഇൻറ്റു x2 - x1 അല്ലേ? അപ്പോൾ ഇവിടെ y2 മൈനസ് y1 വരും 5 അല്ലേ? അത്ര ഇട്ട് സീക്വൽ ടു എന്നൊക്കെ. സ്ലോപ്പ് എത്രയാണ്? -2/3 ഇൻറ്റു ഇല്ലേ? ഇനിയാണ് മാറ്റം വരുന്നത് x2 അല്ലേ? x2 - x1. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാൽ മൈനസ് x1 നമുക്കറിയാം എത്രയാണ്? 2 എന്നറിയാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു സംഖ്യ ഇട്ട് കൊടുക്കണം അല്ലേ? ഏത് സംഖ്യ ഇട്ട് കൊടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഇവിടെ 3 അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റിയ സംഖ്യ ആയിരിക്കണം. അതായത് 3ന്റെ മൾട്ടിപ്പിൾ. നേരത്തെ ഞാൻ പറഞ്ഞു 3, 6, 9 അല്ലേ? അതിൽ ഏതെങ്കിലും വേണം. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് 3 കിട്ടി അല്ലേ? ഇനി നമുക്കിവിടെ 6 കിട്ടണം എന്ന് വിചാരിക്കുക. 6 കിട്ടണമെങ്കിൽ നമ്മളിവിടെ എത്ര ഇട്ട് കൊടുക്കേണ്ടി വരും? 8 ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? 8 ഇട്ട് കൊടുത്താൽ 8 - 2 6. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ? ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 3 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഖ്യ ഫ്രാക്ഷൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ x2ന് ഒരു 8 ഇട്ട് കൊടുത്തു ഇല്ലേ? ഇനി y2ന് എപ്പോഴും എത്ര കിട്ടാൻ നോക്കാം? y2 - 5 സീക്വൽ ടു -2/3 ഇൻറ്റു 8 - 2 6. കണ്ട? ഇനി നമുക്ക് നോക്കിയാൽ സുഖമായിട്ട് 2 വെട്ടിപ്പോയി. ഇപ്പം എന്ത് വരും? y2 - 5 സീക്വൽ ടു -2 ഇൻറ്റു 2 എത്ര വരും? -4. അപ്പോൾ അതിൽ നിന്ന് y2 സീക്വൽ ടു ഇവിടെ -4, ഈ -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആയി അല്ലേ? അപ്പോൾ എത്ര കിട്ടി? -4 + 5 1 അല്ലേ? 1. ഈ x2ന്റെ വാല്യൂ 8 അല്ലേ? അപ്പോൾ 8 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.